ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ എല്ലാ മേഖലകളും ഒരുമിക്കുമ്പോഴാണ് വികസനത്തിന്റെ പാത ദൃഢമാകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാമേശ്വരത്തെ പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. CPIM ജനറൽ സെക്രട്ടറിയായി MA ബേബിയെ തെരഞ്ഞെടുത്തു. EMSന് ശേഷം ജനറൽ സെക്രട്ടറി പദവിയിലെത്തുന്ന മലയാളി. 8ാം ക്ലാസ്സിൽ മിനിമം മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കുള്ള അധിക പിന്തുണ ക്ലാസ് മറ്റന്നാൾ ആരംഭിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ലോകാരോഗ്യ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോട് കൂടിയ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ എല്ലാ മേഖലകളും ഒരുമിക്കുമ്പോഴാണ് വികസനത്തിന്റെ പാത ദൃഢമാകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴ്നാട് രാമേശ്വരത്തെ പുതിയ പാമ്പൻ പാലം രാഷ്ട്രത്തിന് സമർപ്പിച്ച ശേഷം അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക വിദ്യയുടെയും പാരമ്പര്യത്തിന്റെയും സംയോജനമാണ് പാമ്പൻ പാലമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. The new Pamban bridge to Rameshwaram brings technology and tradition together. This bridge is India's first vertical lift railway sea bridge. Big ships will be able to sail under it. Trains will also be able to travel faster on it. റെയിൽ വികാസ് നിഗം ലിമിറ്റഡാണ് 550 കോടി രൂപ ചെലവിൽ പുതിയ പാമ്പൻ പാലം നിർമ്മിച്ചത്. കപ്പലുകൾക്ക് കടന്നുപോകാൻ ഒരു ഭാഗം ലംബമായി ഉയർത്താൻ കഴിയുന്ന രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് പാലമാണിത്. പാമ്പൻ പാലത്തിലൂടെ താമ്പരത്തേക്കുള്ള പുതിയ ട്രെയിൻ സർവീസും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്ത് വിവിധ സേവനങ്ങൾക്കുള്ള തുക ഡിജിറ്റലായി അടയ്ക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ സർക്കാർ ആശുപത്രികളിൽ സജ്ജമാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആദ്യഘട്ടത്തിൽ 313 ആശുപത്രികളിൽ ഡിജിറ്റലായി പണമടയ്ക്കാൻ കഴിയുന്ന സംവിധാനം ലഭ്യമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. വിവിധ സേവനങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, UPI മുതലായവ വഴി പണം അടയ്ക്കുന്നതിനുള്ള സൌകര്യമാണ് ഒരുങ്ങുന്നത്. 8ാം ക്ലാസ്സിൽ മിനിമം മാർക്ക് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഈ മാസം 8 മുതൽ 24 വരെ അധിക പിന്തുണ ക്ലാസ് നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. 2541 സ്കൂളുകളിൽ നിന്നുള്ള 8ാം ക്ലാസ് പരീക്ഷാഫലം നിലവിൽ ലഭ്യമായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിഷയങ്ങൾക്ക് ഈ ഗ്രേഡ് ലഭിച്ചിരിക്കുന്നത് വയനാട് ജില്ലയിലും ഏറ്റവും കുറവ് കൊല്ലം ജില്ലയിലുമാണെന്നും മന്ത്രി അറിയിച്ചു. CPIM ജനറൽ സെക്രട്ടറിയായി MA ബേബിയെ തെരഞ്ഞെടുത്തു. മധുരയിൽ നടന്ന 24ാം പാർട്ടി കോൺഗ്രസിലെ പുതിയ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലാണ് ജനറൽ സെക്രട്ടറിയെയും 18 അംഗ പോളിറ്റ് ബ്യൂറോയെയും തെരഞ്ഞെടുത്തത്. യോഗം MA ബേബിയുടെ പേര് ഏകകണ്ഠമായി അംഗീകരിക്കുകയായിരുന്നു. കേരളത്തിൽ നിന്ന് MA ബേബിക്ക് പുറമെ പിണറായി വിജയൻ, A വിജയരാഘവൻ, MV ഗോവിന്ദൻ, ബിജു കൃഷ്ണൻ എന്നിവരും PBയിൽ ഉൾപ്പെടുന്നു. PBയിൽ 8 പേർ പുതുമുഖങ്ങളാണ്. EMSന് ശേഷം CPM ജനറൽ സെക്രട്ടറി പദവിയിലെത്തുന്ന മലയാളിയാണ് MA ബേബി. 2016 മുതൽ CPMന്റെ കേന്ദ്ര നേതൃത്വത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം. 1984 CPIM സംസ്ഥാന സമിതിയിൽ അംഗമായിരുന്ന അദ്ദേഹം 1986 രാജ്യസഭാംഗമായി. 1989 കേന്ദ്ര കമ്മിറ്റി അംഗമായി. 2006 കുണ്ടറയിൽ നിന്ന് ജയിച്ച MA ബേബി VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. 2012 മുതൽ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. പുരോഗതി, വികസനം, നിക്ഷേപം, തൊഴിൽ എന്നിവയുള്ള വികസിത കേരളമാണ് ലക്ഷ്യമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. BJPയുടെ സ്ഥാപക ദിനത്തിൽ മാരാർജി ഭവനിൽ പതാക ഉയർത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 11 വർഷം ഇന്ത്യയിലുണ്ടായ മാറ്റം കേരളത്തിലും ഉണ്ടാവണമെന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പാർട്ടി സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. ഇടുക്കി ആർച്ച് ഡാമിന് സമീപത്ത് സ്ഥാപിക്കുന്ന കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജിന്റെ 1ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. ഹൈറേഞ്ചിലെ ജനതയുടെ അതിജീവനത്തിന്റെയും നീണ്ട പോരാട്ടങ്ങളുടെയും അനാവരണമാണ് കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇടുക്കി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ ഉദ്യാന പദ്ധതിയോട് ചേർന്നുള്ള 5 ഏക്കറിലാണ് കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് നിർമ്മിച്ചിരിക്കുന്നത്. 10 കോടി രൂപയുടെ പദ്ധതിക്ക് സംസ്ഥാന ടൂറിസം വകുപ്പ് 2019 അനുമതി നൽകി. 1ാം ഘട്ടമായി അനുവദിച്ച 3 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. കുടിയേറ്റ കർഷകന്റെ രൂപമാണ് സ്മാരക വില്ലേജിന്റെ പ്രവേശന കവാടം. ഇവിടെ നിന്നും കരിങ്കല്ല് പാകിയ നടപ്പാതയിലൂടെ മുകളിലേക്ക് നടന്നു കയറിയാൽ 6 ഇടങ്ങളിലായി വിവിധ ശില്പങ്ങളോടുകൂടിയ കാഴ്ചകൾ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിലായി സ്മാരക മ്യൂസിയവും അതോടൊപ്പം ഒരു കോഫി ഷോപ്പുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്.
ലോകാരോഗ്യ ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്ത് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ 2022-23 വർഷങ്ങളിലെ മികച്ച ഡോക്ടർ അവാർഡുകൾ വിതരണം ചെയ്യും. സർക്കാർ ആശുപത്രികളിൽ മുൻകൂർ ടോക്കൺ, ഡിജിറ്റൽ പണമിടപാടുകൾ എന്നിവ ആരംഭിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. അമ്മയുടെയും നവജാത ശിശുക്കളുടെയും ആരോഗ്യമാണ് ഇത്തവണത്തെ ലോകാരോഗ്യ ദിന വിഷയം. ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷാ നിർഭരമായ ഭാവി എന്നതാണ് ദിനാചരണ സന്ദേശം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 169 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. 179 പേർ അറസ്റ്റിലായി. മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 2306 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. തിരുവനന്തപുരം ആറ്റിങ്ങൽ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്നും 52 ഗ്രാം MDMAയുമായി യുവതിയടക്കം 3 പേരെ പിടികൂടി. ചിറയൻകീഴ് സ്വദേശി സുമേഷ്, കഠിനംകുളം സ്വദേശി ജിഫിൻ, പാലക്കാട് സ്വദേശി അനു എന്നിവരാണ് പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് MDMAയുമായി പോകുന്നതിനിടെയാണ് ഇവർ ആറ്റിങ്ങൽ പോലീസിന്റെ പിടിയിലായത്. ലഹരിമരുന്ന് ഉപഭോഗത്തിനെതിരെ സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കോഴിക്കോട് ബീച്ചിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ സമൂഹ നടത്തം സംഘടിപ്പിക്കും. പ്രൌഡ് കേരള മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ഈ മാസം 12-ന് രാവിലെ 6:30 ഈ ബോധവൽക്കരണ പരിപാടി നടക്കും. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. ചക്രവാത ചുഴിയുടെ സ്വാധീനത്താലാണ് മഴ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കന്യാകുമാരി തീരങ്ങളിൽ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വൈകുന്നേരം 7:30 ഹൈദരാബാദിലാണ് മത്സരം. മധ്യ കേരളത്തിലും സവാള ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ നൂറുമേനി വിളയുമെന്ന് തെളിയിച്ച് ഒരു കർഷകൻ. കടമ്പനാട് സ്വദേശി CK മണി എന്ന ജൈവ കർഷകൻ 8 വർഷത്തിനിടെ പാടത്തും ടെറസിലുമായി വിളവെടുത്തത് 2000 കിലോ സവാളയാണ്. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധരന്റെ റിപ്പോർട്ടിലേക്ക്. ഫോട്ടോഗ്രാഫർ കൂടിയായ മണിച്ചേട്ടന് തന്റെ ജൈവ രീതിയിലുള്ള കൃഷി പോലെ തന്നെ വളരെ പ്രധാനമാണ് വിളവ് കിട്ടുന്നതൊക്കെയും തന്റെ വീട്ടാവശ്യം പോലെ തന്നെ മറ്റുള്ളവർക്കും നൽകുകയല്ലാതെ വിൽപ്പന നടത്തുന്ന ശീലമില്ലാത്തത്. കഴിഞ്ഞ വർഷങ്ങളിൽ വീടിന് സമീപത്തെ പാടശേഖരത്തിലാണ് ഉള്ളിവർഗ്ഗങ്ങൾ കൃഷി ചെയ്തിരുന്നത്. എന്നാൽ പന്നിശല്യം രൂക്ഷമായതോടെ ഇത്തവണത്തെ കൃഷി മട്ടുപ്പാവിലേക്ക് മാറ്റുകയായിരുന്നു. 200 കിലോ സവാള വിളയിച്ച് കഴിഞ്ഞ ദിവസം ഇതും നൂറുമേനി വിളവെടുപ്പ് നടത്തി. ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലത്തിന് തോൽവി. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ഡെപ്പോ ഗോവയോട് 4-നെതിരെ 3 ഗോളുകൾക്കാണ് ഗോകുലം പരാജയപ്പെട്ടത്. മതസ്വാതന്ത്ര്യത്തിനെതിരായ ശക്തമായ ആക്രമണമാണ് വഖഫ് ബില്ലിലെ വ്യവസ്ഥകളെന്ന് UDF കൺവീനർ MM ഹസൻ. ഇതിനെതിരായ നിയമപോരാട്ടം കോൺഗ്രസ് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം വഖഫ് നിയമ ഭേദഗതിയിലൂടെ മുൻപത്തെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. ഈ മാസം 9-ന് ന്യൂനപക്ഷ മന്ത്രി മുനമ്പം സന്ദർശിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മലപ്പുറത്തെക്കുറിച്ച് നടത്തിയ പരാമർശം വിശദീകരിച്ചും മുസ്ലിം ലീഗിനെതിരെ വിമർശനമുന്നയിച്ചും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. താനൊരു മുസ്ലിം വിരോധിയല്ലെന്നും തന്നെ അങ്ങനെയാക്കാനാണ് ലീഗിലെ ചില നേതാക്കളുടെ ശ്രമമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ലീഗിലെ പ്രമുഖരായ നേതാക്കന്മാരുടെ ഉടമസ്ഥതയിലാണ് 11 എയ്ഡഡ് കോളേജുകളെന്നും അദ്ദേഹം ആരോപിച്ചു. OBC സംവരണം മത അടിസ്ഥാനത്തിലുള്ളതാക്കാൻ ശ്രമിച്ചാൽ BJP എതിർക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. OBC റിസർവേഷൻ മത അടിസ്ഥാനത്തിലുള്ള സംവരണമാക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന വികാരം ഈഴവ വിഭാഗത്തിനുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ എല്ലാ മേഖലകളും ഒരുമിക്കുമ്പോഴാണ് വികസനത്തിന്റെ പാത ദൃഢമാകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാമേശ്വരത്തെ പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. CPIM ജനറൽ സെക്രട്ടറിയായി MA ബേബിയെ തെരഞ്ഞെടുത്തു. EMSന് ശേഷം ജനറൽ സെക്രട്ടറി പദവിയിലെത്തുന്ന മലയാളി. 8ാം ക്ലാസ്സിൽ മിനിമം മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കുള്ള അധിക പിന്തുണ ക്ലാസ് മറ്റന്നാൾ ആരംഭിക്കുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. ലോകാരോഗ്യ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.